പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഗാന്ധി ജയന്തി. ഉള്ളിലേക്ക് നാം തന്നെ ഒന്ന് നോക്കുക. നിങ്ങളുടെ ഊർജ്ജശക്തി എന്ത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അതാണ് ശരിക്കും നിങ്ങളുടെ വിമോചനത്തിൻ്റെ ധർമ്മപീഠിക. ഒരു കുട്ടിയുടെ മനസ്സും ഒരു ശരീരവും എത്രത്തോളം നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കുന്നോ അതാണ് വിദ്യാഭ്യാസം. ഈശ്വര അല്ലാ തേരെ നാം എന്ന് പറയുന്നിടത്ത് ഞാൻ നല്ല ഒരു ഹിന്ദു ആണെങ്കിൽ ഞാൻ നല്ലൊരു മുസ്ലിമുമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗാന്ധി. ഈ ഗാന്ധിയുടെ ഓർമ്മകളിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഇന്നെന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ ഇല്ലാതിരിക്കത്തില്ല. പോക്കറ്റെങ്കിലും കാണും, എവിടെയെങ്കിലും കാണും. അപ്പോൾ ഈ ഗാന്ധിയിൽ നിന്ന് വരും തലമുറയ്ക്ക്, ഞാനെപ്പോഴും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും നോക്കിയാണ് എൻ്റെ സംസാരം, വരും തലമുറയ്ക്ക് ആർജിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം വിദേശ പഠനത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം അമ്മയുടെ ചെന്ന് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ വിദേശത്ത് പോയിട്ട് ഞാൻ മദ്യം തൊടില്ല, ഐ വോണ്ട് ടേക്ക് ആൽക്കഹോൾ. രണ്ടാമത്തേത്, ഐ വോണ്ട് ടച്ച് എനി ഗേൾ, ഒരു പെൺകുട്ടി ഞാൻ തൊടില്ല. മൂന്നാമത്തേത്, ഐ വോണ്ട് ഈറ്റ് മീറ്റ്, ഞാൻ ഇറച്ചി, അതായത് മാംസാഹാരം ഞാൻ കഴിക്കില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തത്വമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില യുദ്ധങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ചില സമാധാനത്തിനൊരു വാഹകമെന്ന നിലയിൽ ചില യുദ്ധ സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതും അവിടെ നന്മയായിട്ട് നമ്മൾ അദ്ദേഹത്തിൽ കാണും. അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വളരെ ആഴമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നത് വളരെ ശക്തമായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇനി അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ എന്തോ ബോംബുണ്ടായിരുന്നെന്നോ ഒക്കെ പറയുന്നുണ്ട്. ടിപ്പു ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊക്കെ പറയണേ ഉണ്ട്. ചരിത്ര സത്യമാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ അന്ന് ബ്രിട്ടീഷുകാർ പോലും ടിപ്പിനെ പേടിച്ചു എന്നുള്ള സത്യമാണ്. ഇന്നത് അംഗീകരിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് സാരമില്ല, അവിടെ നിൽക്കട്ടെ. ചരിത്രത്തെ മണ്ണിൽ കുഴിച്ചു മൂടാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം ബൈബിൾ പറയുന്ന പോലെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യം ആർക്കും മൂടി വെക്കാനും സാധിക്കില്ല. ഇവിടെ സത്യമാണ്. എന്നാൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുഭാവൻ മനസ്സിലാക്കിയത് ഇന്ത്യയുടെ പശ്ചാത്തലം ബ്രിട്ടീഷുകാർക്കെതിരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധനിലേക്ക് പോയി, അതുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിലേക്ക് പോയി, അതുകൊണ്ട് അദ്ദേഹം ഗീതയിലേക്ക് പോയി. ഗീതയിൽ ചെല്ലുമ്പോഴൊക്കെയും അദ്ദേഹം അവിടെ അഹിംസ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ തത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അഹിംസയും സമാധാനവും, ഇതായിരുന്നു ഗാന്ധിയുടെ സമരമുറയുടെ പ്രത്യേകത. പിന്നെ പ്രതികരിക്കുക എന്നത്, വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്നു, നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ദണ്ഡി യാത്ര നടത്തുന്നു. അപ്പോൾ ഇതിലെല്ലാം ഉണ്ടാവുന്നത് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തെ വിളിക്കുന്നൊരു പേരുണ്ടല്ലോ, അർത്ഥരത്നായ ഫക്കീർ. അതെ, അന്ന് എനിക്ക് തോന്നുന്നു ഏത് പ്രഭുവാന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് ചോദിച്ചപ്പം, എന്താണ് ഇത്രമാത്രം വസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. അതെനിക്ക് ചരിത്രം ഒന്നുകൂടെ നോക്കിയായിരുന്നേ പറയാൻ പറ്റും. ഈ നാട്ടിലുള്ള എല്ലാവരും ധരിക്കേണ്ട വസ്ത്രം അങ്ങ് ഒറ്റയ്ക്ക് ധരിക്കുന്നുണ്ടല്ലോ എന്ന് ബ്രിട്ടീഷ് അധികാരികളോട് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് നിസ്തർക്കമായൊരു സംഗതിയാണ്. ഈ ഗാന്ധിജിയിൽ എനിക്ക് 1-2 വിമർശനങ്ങളുള്ളത്, അത് ഈ സമൂഹം എപ്പോഴും മനസ്സിലായിക്കോളും. ഗാന്ധിയുടെ പുസ്തകങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇനി അടുത്തത്, അദ്ദേഹം തപാൽ വകുപ്പിനെ എതിർത്ത ഒരാളാണ്. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കത്തെഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹം റെയിൽവേ എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തെ മറ്റൊരു ഗ്രാമമായിട്ട് വിഭജിക്കുന്നതിന് ഇഷ്ടമല്ലായിരുന്നു, ഒന്നിച്ച് നിൽക്കണം എന്നതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് റെയിൽവേ യാത്രയാണ്. റെയിൽവേ യാത്ര ഇത്രത്തോളം ചെയ്തൊരു മനുഷ്യനെ ഇന്ത്യയിൽ കണ്ടെത്താൻ ഇന്നും സാധിക്കില്ല, അന്നും സാധിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ റെയിൽ. ഇനി അദ്ദേഹത്തിൻ്റെ യാത്രകൾ എപ്പോഴും ആലോചിക്കണം. ഒന്നുകിൽ കടൽത്തീരം, അല്ലെങ്കിൽ ട്രെയിൻ കാണുന്നിടം, അല്ലെങ്കിൽ മറ്റ് ഗതാഗത മാർഗങ്ങൾ ഉള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ യാത്ര. അദ്ദേഹത്തിൻ്റെ പിന്നിൽ പുരുഷാരങ്ങൾ ഒരുമിച്ച് കൂടിയെങ്കിൽ, അല്ലെങ്കിൽ ജനസമുദ്രം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരുമിച്ച് കൂടിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ തത്വത്തിൻ്റെ പ്രത്യേകത ഏതായിരുന്നു? തത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ച് ജയിക്കാൻ സാധിക്കത്തില്ല, നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. ഈ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഭഗത് സിംഗ് ഒരുപക്ഷെ തൂക്കിക്കൊല്ലപ്പെടുകയില്ലായിരുന്നു. വട്ടമേ സമ്മേളനത്തിൽ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലരുത് എന്ന് ഗാന്ധി പറഞ്ഞിരുന്നുവെങ്കിൽ ഭഗത് സിംഗിനെ ഒരുപക്ഷെ തൂക്കിക്കൊല്ലുകയില്ലായിരുന്നു.
ഇനിയും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യക്കെതിരെ സമരം ചെയ്തതാരാണ്? അത് ഗാന്ധി തന്നെയാണ്. പാകിസ്ഥാന് കൊടുക്കേണ്ട പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് ഇച്ചിരി പൈസ കൊടുക്കാണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ ഇച്ചിരൊന്നുമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ കോടികൾ കൊടുക്കാണ്ട് അത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമരം ചെയ്യുകയും ചെയ്തു. പിന്നെ അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിൻ്റെ ചില സത്യങ്ങളാണ്. എന്നാൽ ഗാന്ധി വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വേണ്ട, ഒരുമിച്ച് പോകാൻ സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അലി ജിന്നയെ നമുക്ക് പ്രധാനമന്ത്രിയാക്കാം എന്നും ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ ഒരു സാമൂഹിക നേതാവിനും പറയാൻ സാധിച്ചില്ല. മുഹമ്മദ് അലിയെ ഇവിടുത്തെ പ്രധാനമന്ത്രി ആകട്ടെ എന്ന് ആഹ്വാനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സാധിച്ചു. ഇതായിരുന്നു ഗാന്ധിയിലെ വിശാല മനസ്സ്. ഗാന്ധിയെക്കുറിച്ച് ആഴമായി പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അറിയാം. നാഥുറാം ഗോഡ്സെ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഉതിർന്നു പോയ വെടിയുണ്ടയല്ല ഗാന്ധിയുടെ ജീവിതം പോയത്. അതിൻ്റെ പിന്നിൽ ആരൊക്കെ, സവർക്കർ ഉണ്ടായിരിക്കാം, ഗോൾവാക്കർ ഉണ്ടായിരിക്കാം, അതൊക്കെ നമ്മൾ മറക്കുന്നില്ല. അത് അദ്ദേഹം ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമായിരുന്നില്ല, വെടിയുണ്ട ഉതിർന്നു പോയെന്നേ ഉള്ളൂ. പക്ഷേ അന്ന് BBC പുറത്തു പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, അതിതാണ്. അതായത് ഗാന്ധി വെടിയേറ്റു ബൈ എ ഹിന്ദു എന്നാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. നേരെ മറിച്ച് ഇതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കലാപഭൂമിയായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഭജന സമയത്തുണ്ടായ കലാപത്തിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരാളാണ് ഗാന്ധി. ഈ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, എത്രയോ പേരെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാർ വെടിവെച്ച് വന്നിട്ടുണ്ട്. ദാരുണമായി ഏറ്റവും കൂടുതൽ ലോകം അപലപിച്ച ഒരു സംഭവം അതായിരുന്നു. എന്നാൽ എന്തുകൊണ്ടൊരു ബ്രിട്ടീഷുകാരൻ്റെ തോക്ക് ഗാന്ധിക്ക് നേരെ നീണ്ടു വന്നില്ല? ഇതൊക്കെയായിരുന്നു ചോദ്യം. ഗാന്ധിക്ക് നേരെ ഒരു തോക്ക് ബ്രിട്ടീഷുകാരൻ്റെ വന്നിരുന്നെങ്കിൽ, അയാളെ വെടിവെച്ച് വന്നിരുന്നെങ്കിൽ ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങൾ നിന്ന് കത്തിയേനെ. അതായിരുന്നു ഗാന്ധി എന്നത് ഒരു വികാരമാണ്. ഗാന്ധി എന്നത് ഭാരതമാണ്. ഗാന്ധി എന്നത് സമാധാനപുത്രനാണ്. ഗാന്ധി എന്നത് അഹിംസയുടെ പര്യായമാണ്. ഗാന്ധി എന്നത് എല്ലാ കുട്ടികളുടെയും ഹൃദയത്തിലെ പാഠപുസ്തകമാണ്. മക്കളെ, നിങ്ങൾ മറക്കരുത്. ഭാരതത്തോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം, ദേശീയ ബോധം ഉണ്ടാകണം. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ ബോധം ദേശീയ ബോധത്തിൽ അകത്തു കൊണ്ടുവന്നിട്ട് ഈ ദേശീയ ബോധത്തെ കത്തിജ്വലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം കത്തിജ്വലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ അകത്തി നിർത്തുന്നതല്ലായിരുന്നു ഭാരതബോധം. എല്ലാവരും വരട്ടെ, എല്ലാവരും വളരട്ടെ. ഇവിടുത്തെ ഹിന്ദുവിനെ പോലെയും, ഹിന്ദു എന്നൊരു തത്വത്തിനകത്ത് ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. പിന്നാലെ പോകുമ്പോൾ ഹിന്ദു എല്ലാവരും ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് മജോറിറ്റി. ഇവിടുത്തെ ഹിന്ദുവിനെ പോലെ ഇവിടുത്തെ മുസ്ലിമും സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഈ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയാം. ക്രിസ്ത്യൻസിൽ വളരെ കുറച്ച് പേര്, കാരണം ബ്രിട്ടീഷുകാരായിരുന്നു ഭരിക്കുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് പേർ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. ബ്രിട്ടീഷുകാരിലെ ക്രിസ്ത്യൻസ് ആയിരുന്നില്ല പ്രധാനമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെയെല്ലാം, ക്രിസ്ത്യനെ ആണെങ്കിലും മുസ്ലിമിനാണെങ്കിലും പാർസി ആണെങ്കിലും യഹൂദനാണെങ്കിലും സിഖ് ആണെങ്കിലും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകണം എന്നൊരാശയമായിരുന്നു ഗാന്ധി. ഞാൻ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പം, ഞാൻ ഗാന്ധിജിക്ക് ജന്മം കൊടുത്ത അമ്മയുടെയൊക്കെ എനിക്ക് എൻ്റെ ഒരു ആദരവ് ഞാൻ അറിയിക്കുകയാണ്. ആ പിതാവിൻ്റെ അടുക്കുകയും ആദരവ് അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെയൊക്കെ, അദ്ദേഹത്തിൻ്റെ മക്കളുടെയൊക്കെ അദ്ദേഹം നടന്നുപോയ മണ്ണിൽ ജനിക്കാൻ സാധിച്ചു എന്നത് നമ്മുടെ ഒരു സന്തോഷമാണ്. അദ്ദേഹം വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് ചെറിയ തീപ്പൊരി എൻ്റെ കണ്ണിൽ വന്ന് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പർശനത്തിൻ്റെ ജ്വാലകൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സന്നിവേശിക്കപ്പെട്ട മനസ്സിൻ്റെ ആവേശമാണ്. ആ ആവേശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാന്ധി വികാരമാണ്, ഗാന്ധി ഒരു ആവേശമാണ്, ഗാന്ധി ഒരു സമരമുറയാണ്, ഗാന്ധി അഹിംസയുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് നമ്മൾ മതത്തിൻ്റെയോ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെയൊക്കെ പേരിൽ വെട്ടിമരിക്കാൻ, സാഹോദര്യത്തിൻ്റെ പേരെന്ന് വെച്ചാൽ വിവിധ മതവിഭാഗങ്ങളുടെ സാഹോദര്യമില്ലായ്മയുടെ പേരിൽ വെട്ടിമരിക്കാനൊക്കെ പരിശ്രമിക്കുമ്പം ഹേ റാം എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ ആശംസകൾ. IF ഇന്ത്യയിൽ ഇപ്പോൾ വൈകിയിട്ടതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് പേരുടെ മെസ്സേജസൊക്കെ വന്നു കയറുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അല്പം വൈകിട്ടെന്നുള്ളൂ. അപ്പോൾ ഗാന്ധി ജയന്തി നന്മയായിട്ടാകട്ടെ. ഈ മാസം ഒക്ടോബറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണ ദിവസമാകും. ഇതെൻ്റെ ഒരു ചെറിയ കണക്കുകൂട്ടലായിരുന്നു, തെറ്റിൻ്റെ കണക്കുകൂട്ടൽ. 4ാം ക്ലാസ് വരെയൊക്കെ ക്ലാസ്സിലെയും സ്കൂളിലെയൊക്കെ ടോപ്പായിട്ട് പഠിച്ചൊരു മനുഷ്യനാണ്. 5ാം ക്ലാസ് ചെന്നപ്പം ഗാന്ധി ജയന്തി ഒക്ടോബർ 2, മരണം ഒക്ടോബർ മാസത്തിൽ തന്നെ. എൻ്റെ കണക്കുകൂട്ടൽ ഭയങ്കരമായിട്ട് തെറ്റി. ഒരാൾ ജനിക്കുന്നത് ഇന്ന ദിവസം ജനിച്ചു, മരിച്ചത്
ചേട്ടാ ഇത്ര ദിവസത്തിനിടയ്ക്ക് എങ്ങനെയാണ് മരിക്കുന്നത്? ദിസ് വാസ് മൈ മാത്തമാറ്റിക്സ്. ഞാൻ പതുക്കെ കുത്തിയിരുന്ന് കണക്ക് കൂട്ടി ചേട്ടാ വർഷങ്ങൾക്കകത്തുള്ള വ്യത്യാസം ഉണ്ടല്ലേ. ഇത് കണക്കിന് ഞാൻ എപ്പോഴും പോരാ. ബട്ട് മൈ ഫിലോസഫിക്കൽ വിഷൻ വാസ് ഒരാൾ ജനിച്ച് അതേ മാസം തന്നെ മരിച്ചിരിക്കുന്നു. എൻ്റെ അന്നത്തെ കൊച്ചു ചിന്തയ്ക്കകത്ത് ഇന്ന് എനിക്ക് അന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയണം, കുഞ്ഞുങ്ങളെ, വൈവിധ്യങ്ങളാർന്ന കാഴ്ചകൾ കാണാനുള്ള നിങ്ങളുടെ കണ്ണുകൾ, വ്യത്യസ്തങ്ങളാകുന്ന സ്വരങ്ങൾ കേൾക്കാനാണ് നിങ്ങളുടെ കാതുകൾ, ആരും നടക്കാത്ത വഴിയിലൂടെ നടക്കാനാണ് നിങ്ങളുടെ പാദങ്ങൾ, ഒരിക്കലും ഏക്കാത്ത കാറ്റ്, ശീലിക്കാത്ത കാറ്റ് ഉൾക്കൊള്ളാനാണ് നിങ്ങളുടെ ശരീരം. വ്യത്യസ്തതയുടെ ലോകത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഗാന്ധിയുടെ ജന്മദിനത്തിൽ ഏവർക്കും ഗാന്ധി ജന്മദിന മംഗളങ്ങൾ. ജോൺസൺ കരൂർ.